ശബരിമലയിൽ സ്ത്രീകൾ ദർശനം നടത്തിയതിനെ തുടർന്ന് തന്ത്രി ശുദ്ധിക്രിയ നടത്തിയത് ദേവസ്വം ബോർഡിനെ അറിയിച്ച ശേഷമെന്ന രേഖകൾ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെയും അംഗം കെ.പി. ശങ്കർദാസിനെയും തന്ത്രി ഫോണിൽ വിളിച്ച് അറിയിച്ചു. എന്നാൽ ശുദ്ധിക്രിയ നടത്തരുതെന്ന് ഇരുവരും പറഞ്ഞില്ല. ശുദ്ധിക്രിയ നടത്തും മുൻപ് കൂടിയാലോചന വേണമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ നിർദ്ദേശിച്ചെങ്കിലും തന്ത്രി അംഗീകരിച്ചിരുന്നില്ല. ശുദ്ധിക്രിയയ്ക്കായി നട അടച്ചിട്ടില്ലെന്നും വാതിൽ ചാരുകയായിരുന്നുവെന്നുമാണ് തന്ത്രിയുടെ വിശദീകരണം. എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, പല വാദങ്ങളും പൊളിയുകയാണ്. നേരത്തെ തന്ത്രി ചോദിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ശുദ്ധിക്രിയ നടത്തിയത് എന്നാണ് പുതിയ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. പ്രധാനമായും രണ്ട് രേഖകളാണ് നമ്മുടെ പക്കലുള്ളത്. ദേവസ്വം കമ്മീഷണർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ രേഖ, അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നൽകിയ. ഇവർ രണ്ടുപേരും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്താണ് ശബരിമലയിൽ നടന്നത്, എന്താണ് ശുദ്ധിക്രിയയുമായി ബന്ധപ്പെട്ട് നടന്നത്, ഇത് സംബന്ധിച്ച ഒരു വിശദമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ന്യൂസ് 18 ലഭ്യമായിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്, ആദ്യം ഇങ്ങനെ ചില വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഈ മാധ്യമങ്ങൾ വന്ന സമയത്ത് ഈ വാർത്ത സംബന്ധിച്ച് ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അന്വേഷണം നടത്തിയപ്പോൾ ദേവസ്വം PR അടക്കം അറിയിച്ചത് ഈ വാർത്ത സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ അല്പസമയത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെ ഈ വാർത്ത സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി വാർത്ത സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തന്ത്രി ഇവരെ വിളിച്ചു വരുത്തുകയായിരുന്നു. തന്ത്രി വിളിച്ചു വരുത്തിയിട്ട് ദേവസ്വം കമ്മീഷൻ അടക്കം ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറെയും അതോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ അടക്കമുള്ളവരെ അവരെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ അടിയന്തരമായി പരിഹാരക്രിയ ചെയ്യേണ്ടതുണ്ട്, തന്ത്രി എന്ന നിലയിൽ തനിക്ക് ഇത് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് എൻ്റെ ഫോണിൽ ലഭ്യമായില്ല. അതിനെ തുടർന്ന് ദേവസ്വം PROയുടെ ഫോണിൽ നിന്നും സുനിൽ അരിമാനുവിനാണ് PO, ദേവസ്വം PRO സുനിൽ അരിമാനുവിന്റെ ഫോണിൽ നിന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിയുവിന്റെ പ്രിയദർശന്റെ ഫോണിലേക്ക് ഫോൺ ചെയ്തു. അങ്ങനെയാണ് ആ ഫോൺ വഴിയാണ് കിട്ടിയത്. ഇതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ തന്ത്രി നേരിട്ട് സംസാരിച്ച ഈ വിവരം അറിയിച്ചു. ഞാൻ 45 മിനിറ്റ് എടുക്കും ഇതിനുവേണ്ടി ശുദ്ധിക്രിയ ചെയ്യാൻ പോവുകയാണോ എന്നുള്ള വിവരം അറിയിച്ചു. അതിനുശേഷം ദേവസ്വം ബോർഡ് മെമ്പർ കെ.പി. ശങ്കർദാസിനെയും ഈ വിവരം അറിയിച്ചു. ദേവസ്വം കമ്മീഷണർ വിവരം അറിയിച്ചു. ദേവസ്വം ബോർഡ് മറ്റൊരു അംഗം അഡ്വക്കേറ്റ് വിജയകുമാറിനെ ഈ വിവരം അറിയിക്കാൻ വേണ്ടി പലതവണ വിളിച്ചെങ്കിലും അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. വിജയകുമാറാണ് പിന്നീട് പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെയാണ് ഇങ്ങനെ ഒരു ശുദ്ധിക്രിയ നടത്തിയതെന്ന്. ഇവർ രണ്ടുപേരെയും അറിയിച്ചെങ്കിലും ഇവർ രണ്ടുപേരും ഏതെങ്കിലും ഒരു തീരുമാനം തന്ത്രിയോട് പറഞ്ഞതായി, അല്ലെങ്കിൽ ഇങ്ങനെ ശുദ്ധിക്രിയ നടത്തരുതെന്ന് പറഞ്ഞതായോ, അല്ലെങ്കിൽ ഇത് കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഈ ശുദ്ധിക്രിയ നടത്താവൂ എന്നുള്ള ഒരു നിർദ്ദേശം പറയുകയോ ചെയ്തതായി ഈ റിപ്പോർട്ടിൽ എവിടെയും പറയുന്നില്ല. എന്നാൽ റിപ്പോർട്ടിൽ ഇങ്ങനെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഇങ്ങനെ ഒരു നിർദ്ദേശം തന്ത്രിയുടെ മുന്നിൽ വെച്ചിരുന്നു. കൂടിയാലോചന വേണം, ഇവിടെ ഉന്നതാധികാര സമിതി അടക്കമുണ്ട്, ഇവരുമായി കൂടിയാലോചന നടത്താതെ ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നത് ശരിയല്ല, കൂടിയാലോചന വേണം എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ തന്ത്രി ഏകപക്ഷീയമായി തീരുമാനം നടപ്പാക്കുകയായിരുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഏകപക്ഷീയമായി തന്ത്രി നടപ്പാക്കി, എക്സിക്യൂട്ടീവ് ഓഫീസർ നിർദ്ദേശിച്ചു, കൂടിയാലോചിച്ച ശേഷമേ നടപ്പാക്കാവൂ എന്ന്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ദേവസ്വം പ്രസിഡന്റിനെയും മെമ്പറെയും ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നും പറയുന്നത്. അപ്പോൾ ആരുടെ ഭാഗത്തു നിന്നാണ് പാളിച്ചു വന്നിരിക്കുന്നത്, കിരൺ? ഇക്കാര്യത്തിൽ നമുക്ക് കൃത്യമായ ഒരാളുടെ മാത്രം ഭാഗത്തു നിന്നാണ് പാളിച്ച വന്നെന്ന് പറയാൻ കഴിയില്ല. പ്രധാനമായും തന്ത്രി തീരുമാനമെടുത്തത്, തന്ത്രി ഈ വാർത്ത മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചതോടുകൂടി തന്ത്രി സ്വയം തീരുമാനമെടുക്കുകയായിരുന്നു. ഇവിടെ ശുദ്ധിക്രിയ നടത്തണം എന്നുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെ ആ തീരുമാനമാണ് നടപ്പായത്. ഏതെങ്കിലും തരത്തിൽ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ നട അടച്ചുള്ള ഒരു ശുദ്ധിക്രിയക്ക് നടത്താവൂ എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവശ്യപ്പെട്ടെങ്കിലും അത് അംഗീകരിക്കാൻ തന്ത്രി തയ്യാറായില്ല. തന്ത്രി ചെയ്തത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം ബോർഡ് അംഗത്തെയും വിവരം വിളിച്ചറിയിച്ചു. ഇങ്ങനെ ഞാൻ ചെയ്യുകയാണ് എന്നുള്ള വിവരം അറിയിച്ചിരിച്ചു. ഇരുവരും അവരുടെ ഉത്തരവാദിത്തം ചെയ്യേണ്ടിയിരുന്നത് ഇത് കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകാവൂ എന്നൊരു നിർദ്ദേശം ഇരുവരും നൽകിയില്ല. അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കിയതിന്റെ പേരിൽ ഇങ്ങനെ ഒരു ശുദ്ധിക്രിയ നടത്തുന്നതിനകത്ത് അനൗചിത്യമുണ്ട്, അല്ലെങ്കിൽ അത് കോടതിയുടെ നിർദ്ദേശത്തിനെതിരാണ്, കോടതിക്ക് അലക്ഷ്യമായി ചൂണ്ടിക്കാട്ടപ്പെടും എന്നുള്ള ഒരു ഉത്തരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം തിരിച്ചു നൽകാൻ ഇരുവരും തയ്യാറായില്ല. ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. പക്ഷേ ഇവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇങ്ങനെ ഇവർ രണ്ടുപേരെയും വിളിച്ച് ഈ വിവരം അറിയിച്ചത് എന്നും ഇങ്ങനെ വിളിച്ച് പറയുന്ന വിവരം ഇവർ റിപ്പോർട്ടിൽ കേട്ടുവെന്നും ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം ബോർഡ് അംഗത്തിന്റെയും ഭാഗത്തു നിന്ന് വന്ന ഗുരുതരമായ വീഴ്ച, ഇങ്ങനെ ഒരു വിവരം തന്ത്രി വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്നതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം പറയാൻ, ഇത് പാടില്ലെന്ന് പറയാനോ കൂടിയാലോചന വേണമെന്ന് പറയാനോ ഇരുവരും തയ്യാറായില്ല എന്നുള്ളതാണ്. ശരി കിരൺ.